ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു, ഇനി ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ സമയമാണ്. ഈ ന്യൂ ഇയർ ആഘോഷമാക്കാൻ നമുക്കൊരു മിക്സഡ് ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്താലോ? അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ശരി, നമുക്ക് ഈ ഫ്രൈഡ് റൈസ് ഒന്ന് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് റൈസ് ഈ കപ്പിൽ ഞാൻ 2.5 കപ്പ് റൈസാണ് കഴുകി വാർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഞാൻ സ്ട്രെയിനർ വെച്ച് സ്ട്രെയിൻ ചെയ്തെടുത്ത റൈസ് തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കി നിന്ന് അത് വേവിച്ചെടുക്കണം. കാരണം ഒരു 90% വെന്താൽ മതിയാകും. 100% ആയാൽ കുഴഞ്ഞു പോകും. ഫ്രൈഡ് റൈസ് ആകുമ്പോഴത്തേക്ക് റൈസ് ഒറ്റയായിട്ട് ഇതുപോലെ കിടക്കണം. ഇതാണ് അതിൻ്റെ ഒരു വേഗ്. ഇനി നമുക്ക് ഒരു സാധനമായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാൻ അതിന് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീന് ഉപ്പും നാരങ്ങാ നീരും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഒരു 6 എഗ്ഗും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അതുപോലെ ഒരു 200 ഗ്രാം ചിക്കൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു. അതിൽ 1 ടീസ്പൂൺ മൈദയും 1/2 ടീസ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ ഈ അടിച്ചു വെച്ചേക്കുന്ന മുട്ടയിൽ നിന്നൊരു 2 ടീസ്പൂൺ 2-2.5 അതും കൂടെ നമുക്ക് ചേർത്ത് ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒത്തിരി നേരമൊന്നും വെച്ചേക്കണ്ട, നമുക്ക് ഇപ്പം തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിന് വേറെ മുളക് പൊടിയൊന്നും ചേർക്കണ്ട. നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ തന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. കോക്കനട്ട് ഓയിൽ ഫ്രൈഡ് റൈസിന് അത്ര നന്നായിരിക്കില്ല. അപ്പം നമുക്കിത് നന്നായിട്ട് ഒന്ന് വറുത്ത് കോരാം, ഇതുപോലെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അതേ പാനിൽ തന്നെ അതേ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നത്. ഒരു 4-5 വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ചെമ്മീനും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഇത്രയും മതിയാവും. ഇതിനിടയിൽ ഞാൻ മുട്ടയും കൂടെ ഒന്ന് ചിക്കി പൊരിച്ചെടുത്തു. അത് സെപ്പറേറ്റ് ഒരു പാനിൽ നമുക്ക് ചെയ്ത് വയ്ക്കാം. ഇനി കുറച്ച് സവാള, ഒരു പകുതി സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് അതിട്ട് കൊടുത്തു. ഒരു പച്ചമുളക് ആഡ് ചെയ്തു. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണേ. ഇനി ഞാൻ ഒരു ക്യാരറ്റും കുറച്ച് ബീൻസും ഒരു 4-5 ബീൻസും കൂടെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീരെ കുഞ്ഞല്ല, ഇത്തിരി വലുപ്പത്തിൽ തന്നെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓയിലൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ക്യാബേജ് എടുക്കുന്നുണ്ട്. പർപ്പിൾ കളറാണ് ഞാൻ യൂസ് ചെയ്തത്. ഏത് ക്യാബേജ് വേണോ യൂസ് ചെയ്യാം. ക്യാബേജ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇതിനൊക്കെ ഉപ്പും കൂടെ ആവശ്യമാണല്ലോ, അതും ഇട്ട് കൊടുത്തു. ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തു, അതിട്ട് കൊടുത്തു. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന്, ഒത്തിരിയൊന്നും മൂക്കണ്ട, ഒരു 3 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ ചില്ലി സോസുമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആ വറുത്ത് വെച്ചേക്കുന്ന മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ചിക്കൻ പീസും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് കൂടെ ചേർത്ത് കൊടുക്കാം. റൈസ് ചേർക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ സ്റ്റീലിലെ ഒരു തവിയൊന്നും യൂസ് ചെയ്യില്ല കേട്ടോ, എന്നാൽ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഈ തടി കൊണ്ടുള്ള തവിയൊക്കെയാണ് നല്ലത്. അല്പം പെപ്പർ പൗഡർ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണിത്. മിക്സഡ് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാനാവില്ല. അതെന്തായാലും ട്രൈ ചെയ്ത് തന്നെ നിങ്ങൾ നോക്കണം. ഞാനിവിടെ എൻ്റെ സ്പെഷ്യൽ ടിക്ക മസാല ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുള്ള വീഡിയോ ആണ്, അതാണ് ഇതിന് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്യും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഈ ന്യൂ ഇയറിന് നിങ്ങൾ ഇതെന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങളും കഴിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ 2021 എല്ലാവർക്കും സന്തോഷം മാത്രം തരട്ടെ. അപ്പോൾ ശരി, നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.